ഇതെന്ന് പറയുന്നത് ഫ്രോഡിന മോഡൽ ഓഫ് സൈക്കിളിൻ്റെ വൺ ഓഫ് ദ 3 കോമ്പണൻസ് ആണ്. സോ ഇത് മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിനെ ആയിരിക്കും. സോ ഇതിന് മെയിനായിട്ടെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഡിസൈഡ്സ് ആൻഡ് നീഡ്സ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണം എന്നുള്ളൊരു ആശയമാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആണ്. സോ ഇത് ബർത്ത് മുതൽ പ്രസൻ്റ് ആയിരിക്കും. സോ ബേസിക് ഇൻസ്റ്റിങ്ക്ട്സും അതുപോലെ തന്നെയുള്ള ആഗ്രഹങ്ങളും ഡ്രൈവ്സും എല്ലാം ഉണ്ടായിരിക്കും. സോ ഇത് മെയിനായിട്ട് ബയോളജിക്കൽ ഏർജസ് സച്ചസ് ഈ വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ ഇതിനകത്ത് ഡ്രിവൺ ആയിരിക്കും. ഓൾസോ ഇതിനകത്ത് കോൺസിക്വൻസസ് ഒന്നും ഇത് കൺസിഡർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ സൊസൈറ്റൽ റൂൾസും കൺസിഡർ ചെയ്യത്തില്ല. സ്വന്തം നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്യാനേ ഇത് നോക്കത്തുള്ളൂ. സോ ഇത് ഈഗോയും സൂപ്പർ ഈഗോ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഡിസയേഴ്സ് കോൺഫ്ലിക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ റിയാലിറ്റിയും മൊറാലിറ്റിയും ആയിട്ട് കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും. ഈഗോ എന്ന് പറയുന്നത് ഇത് സൂപ്പർ ഈഗോ പോലെ തന്നെ വേറൊരു കോമ്പണൻ്റ് ആണ് ഫ്രോഡിന മോഡലിൽ. സോ ഇതിൻ്റെ മെയിനായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ്. അതായത് ഇതിൻ്റെ ഡിസയേഴ്സ് റിയാലിറ്റിയുടെ കോൺസ്ട്രെയിൻസിൽ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈഗോ എന്ന് പറയുന്നത് കോൺഷ്യസും അൺകോൺഷ്യസും ആണ്. സോ ഇൻറ്റേർണൽ ഡിസൈഡ്സും എക്സ്റ്റേണൽ ഡിമാൻഡ്സും തമ്മിൽ മീഡിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ നീഡ്സിന് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയിൽ ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻസ് ആയിരിക്കണം ഇതെന്നുള്ളത്. സോ ഈഗോ എന്ന് പറയുന്നത് ഡിഫെൻസ് മെക്കാനിസം, അതായത് ഈ ഡിനയൽ, റിപ്രഷൻ, റേഷണലൈസേഷൻ പോലെയുള്ള ഡിഫെൻസ് മെക്കാനിസംസ് യൂസ് ചെയ്താണ് ഇതിനെയും സൂപ്പർ ഈഗോയിനെയും ബാലൻസ് ചെയ്യുന്നത്. സോ ഇമ്പൾസീവ് ഡിമാൻഡ്സ് ഓഫ് ദ ഇതും അതുപോലെ തന്നെ സൂപ്പർ ഈഗോയിൽ ഒരു ബാലൻസ്, രണ്ടും തമ്മിലുള്ളൊരു ബാലൻസ് ഈഗോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്രോഡിൻ്റെ സൈക്ക് മോഡലിൽ വൺ ഓഫ് ദ 3 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസിലൊന്നാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സോ ഇത് മോറൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേരൻസ് അല്ലെങ്കിൽ അതോറിറ്റി ഫിഗേഴ്സൊക്കെ ഇൻറ്റേർണലൈസ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ സൂപ്പർ ഈഗോ ഓപ്പറേറ്റ് ചെയ്യുന്ന മോറൽ പ്രിൻസിപ്പിളിൽ കൂടെയാണ്. സോ ഇത് മെയിനായിട്ട് പെർഫെക്ഷൻ സ്ട്രൈവ് ചെയ്യുക, അതുപോലെ തന്നെ എത്തിക്കൽ ബിഹേവിയർ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ സൂപ്പർ ഈഗോയ്ക്ക് 2 പാർട്സ് ഉണ്ട്. ഒന്ന് കൺസേൺസ്, അതായത് റോങ് ഡൂയിങ് ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ആളെ പണിഷ് ചെയ്യുക, കുറ്റബോധം കൊണ്ട് പണിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഈഗോ ഐഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അഭിമാനത്തോടുകൂടെ അവർക്ക് റിവാർഡ്സ് കൊടുക്കുക എന്നുള്ളത്. റിവാർഡ്സ് വിച്ച് ചൂസ് ബിഹേവിയർ വിത്ത് പ്രൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ സോഷ്യലൈസേഷനിൽ കൂടെയാണ്. ശരിയും തെറ്റും തിരിച്ചറിയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്.